ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മിക്കവാറും 2-3 വണ്ടിയെല്ലാം കയറി ഏതോ ദൂര സ്ഥലത്താണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് തെറ്റി. ശരിക്കും പറഞ്ഞൊരു 3-3 നോക്കട്ടെ 4 കിലോമീറ്ററൊക്കെ അടുത്തേ ഉള്ളൂ ഇവിടുന്ന്. കുറച്ച് കയറ്റം, കുറച്ചൊന്നല്ല അധികം കയറ്റമുണ്ട്. പ്രോപ്പറായിട്ടൊരു വഴി ഇതുവരെ എൻ്റെ വീട്ടിലോട്ട് പോകാനില്ലാത്തത് കൊണ്ട് ചുറ്റിക്കറങ്ങി നമ്മൾ വണ്ടിയിൽ വേണം പോകാൻ. ഓക്കെ, അപ്പോൾ ഞാൻ റോഡിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഓട്ടോ വന്ന് നിന്നു. നോക്കിയപ്പം 3 പേര് ഓട്ടോയ്ക്കകത്തുണ്ട് കേട്ടോ. ഒന്ന് ഈ സൈഡിൽ നിൽക്കുന്ന എൻ്റെ അമ്മാവൻ, സുന്ദരനായ അമ്മാവൻ. നടുക്ക് നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ CKയുടെ പപ്പ. ഈ സൈഡിൽ നിൽക്കുന്നത് നമ്മുടെ ഒരു ചേട്ടച്ചാരി കേട്ടോ. അങ്ങനെ അയ്യമ്പാറയ്ക്ക് പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അയ്യമ്പാറ പോക്ക് വേണ്ടാന്ന് വെച്ച് സ്കിപ്പ് ചെയ്ത് എൻ്റെ വീട്ടിലോട്ട് നേരം പോന്നു. അങ്ങനെ അവിടെ വന്നപ്പോൾ ആരും അവിടെ ഇല്ല കേട്ടോ. എല്ലാവരും ഒരു പണിയിൽ ആണ്, ആരും എത്തിയിട്ടില്ല വീട്ടിൽ. ഇത് ഞാൻ പറഞ്ഞില്ലേ എവിടെയാണ് നമ്മുടെ വീടെന്ന് കാണിച്ചു തരാമെന്ന്. കണ്ടോ, ആ വെളുത്തൊരു പൊട്ട് കാണുന്നുണ്ടോ? മിക്കവാറും അതാവാം വീട് എന്ന് തോന്നുന്നു. അതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത്രയും അടുത്താണ്. ഒരു റോപ്പേ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലോട്ട് പോകാൻ എളുപ്പമുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഈ വഴിയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് വേണം വരാൻ. ഇനിയിപ്പോൾ അവർ വരാത്തതുകൊണ്ട് ഏതായാലും കുറച്ച് നേരം കഴിയുക. അതുകൊണ്ട് ഞാൻ വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. കണ്ടോ, എന്നാ നല്ല ഭംഗിയാണല്ലോ ഇവിടെയെല്ലാം കാണാൻ. പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ പുല്ലും ഈ മരങ്ങളൊക്കെ ഇത്ര വളർന്നിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ. അങ്ങനെ നോക്കിയേ, ഈ ചെടികൾ കണ്ടോ, ഈ മഞ്ഞ ചെടി, ഇലച്ചെടികളൊക്കെ, ഇതൊക്കെ ഞാൻ നട്ടു വെച്ചതാണ് കേട്ടോ. പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് നട്ടു വെച്ചതാണ്. അതും വേനൽക്കാലത്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് വട്ടമാകുന്നത്, ഈ വേനൽക്കാലത്ത് ആരും ചെടി നട്ടു വെക്കുമോ? പക്ഷേ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് അതിന് വേരൊക്കെ പിടിപ്പിച്ചു കേട്ടോ. ഇത് നിൽക്കുന്നവനാണ് വീട്ടിലെ പട്ടി. അവൻ്റെ പേരാണ് ചെറുക്കൻ. ചെറുക്കൻ്റെ വീഡിയോ, പണ്ടത്തെ ഒരു വീഡിയോയ്ക്ക് അത് ഞാൻ ഇട്ടിട്ടുണ്ടേ, കാണുക കേട്ടോ. അപ്പോൾ ചെറുക്കൻ വലിയ പ്രശ്നക്കാരനും ഉപദ്രവകാരിയൊന്നുമല്ല, ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് കേട്ടോ. അങ്ങനെ അവൻ എന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ കൊണ്ട് ഇറക്കി കൊണ്ടുവരും, തിരിച്ച് പോരുമ്പോഴത്തേനും കയറ്റി വിടും. ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ പരിപാടി. കുറച്ച് കഴിഞ്ഞപ്പോൾ അനീതി വന്നു. അനീതി നേരത്തെ ജോലിക്കൊക്കെ പോയിട്ട് വന്നു കേട്ടോ. ചെറിയ വെച്ച് നല്ല അടിപൊളി ഉറക്കത്തിലാണ്. പിള്ളേർക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൂ പോലെയാണ് കേട്ടോ. എല്ലാ ജീവികളും ഉണ്ട്. പശു പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലെന്ന് മാത്രം. ബാക്കി എല്ലാ ജീവികളും തന്നെ ഉണ്ട്. കണ്ടില്ലേ, ഞാനങ്ങനെ വരുമ്പം മൊത്തത്തിൽ പരിസരത്ത് മുഴുവനൊന്ന് വീക്ഷിക്കുക. എൻ്റെ ജോലി അതാണ്. എല്ലാവരും ഇങ്ങനെയാണോ? കെട്ടിച്ചു വിട്ടപ്പം പിള്ളേരെല്ലാവരും ഇങ്ങനെയാണോ? എനിക്കറിയില്ല, ഞാനിങ്ങനെയാണ് കേട്ടോ. ആണെന്ന് തോന്നുന്നു, എല്ലാവരും ഒരുപോലെയാണെന്ന് തോന്നുന്നു. അപ്പം കൊച്ചേതാ എന്നുള്ള രീതിയിൽ കോഴികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഒരു പ്ലാവ്, ഇവിടെ ആദ്യം ചക്ക കായ്ക്കും കേട്ടോ. 2 താറാക്കൾ ഇരിപ്പുണ്ട്. ഒരാളും കൂടി ഉണ്ടായിരുന്നു, അത് ചത്തുപോയി. അപ്പോൾ കോഴികളുടെ കൂടാണ് ഈ കാണുന്നതൊക്കെ. എനിക്കിവിടെ ഒരു മുയലുണ്ടായിരുന്നു പണ്ട് കൂട്ടിൽ. അങ്ങനെ വന്നപ്പോൾ 2 പേര് ഇവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ ചെറുക്കൻ വീഡിയോകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കേട്ടോ. ഇവൻ്റെ പ്രത്യേകം ആ വഴിയിൽ ഇങ്ങനെ കിടക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ആടുകളെല്ലാം ഇല്ല, 2 കുഞ്ഞാട് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരെ അമ്മ തീറ്റാൻ കൊണ്ടുപോയി. എന്നെ നോക്കുന്നു കേട്ടോ. ഏതാണ്ട് ഒരു പ്രത്യേക ജീവിയെ കാണുന്നു. അല്ല, ഇത് എവിടെ നിന്ന് വന്ന് ഞാൻ നേരെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് കറമ്പിപ്പെണ്ണ് നോക്കുന്നത്. എനിക്ക് പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ആട് വളർത്തലുണ്ട് കേട്ടോ. ആടുണ്ടായിരുന്നേ, ഒരു 10-12 ആട് വരെയൊക്കെ അന്ന് കൂട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയുടെ കൂടെ നോക്കുമായിരുന്നു, തീറ്റുമായിരുന്നു, പുള്ളി പറിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എനിക്ക് ഒത്തിരി മിസ് ചെയ്തു. നോക്കുന്നു കേട്ടോ, അതിന് ഭയങ്കര പേടിയാണ് അവൾക്ക്. അങ്ങനെ തിരിച്ച് മുറ്റത്ത് കയറി വന്നപ്പോൾ അനിയത്തി ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോഴികൾക്ക്. പോകുമ്പോൾ നല്ല വിശന്ന് നിൽക്കുകയായിരുന്നു. അവന്മാർ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. എന്നാലും ഒരു കണ്ണ് എന്നെ നോക്കണോ, ഒരുത്തിക്ക് നല്ല പേടിയാണ് എന്നെ കാണുമ്പോൾ. അമ്മയ്ക്ക് കുറേ കൃഷികളുണ്ട് കേട്ടോ. അപ്പനും അമ്മയും ഒരു കൃഷിക്കാരാണ് ശരിക്കും പറയാം. ചെടികളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വീട്ടിലെ പാച്ചു. അനിയത്തിയാണോ പേര് ഇട്ടിട്ടാന്ന് എനിക്കൊരു സംശയമുണ്ട്. പാച്ചു ചേരുന്നുണ്ടല്ലേ. ഇവള് ഈ ആരോ കൊണ്ട് കളഞ്ഞ പൂച്ചയായിരുന്നു കേട്ടോ. അങ്ങനെ പതി അങ്ങോട്ട് വന്നു കൂട്ടായി. ഇപ്പോൾ ഇവിടെയാണ് പുള്ളിയുടെ കിടപ്പ്. ഇവൾക്ക് അത്യാവശ്യം പ്രായമുണ്ട്, എന്നാലും വലിപ്പമൊന്നുമില്ല. കുഞ്ഞു പൂച്ചയാണ് കേട്ടോ, ചെറിയ പൂച്ചയാണ്. സോ ക്യൂട്ട്. പിന്നെ ചെറുക്കൻ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതെ ഇവിടെയാണ് കിടപ്പ്. എന്നാൽ ഞങ്ങൾ പ്രത്യേകത കൊണ്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവന് ഇവിടെ കിടക്കത്തുള്ളൂ. അതെന്തെങ്കിലുമൊക്കെ അവന് ചില സമയത്തൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരാറുണ്ട് അവന് കൊടുക്കാൻ കേട്ടോ.
ഇതാണ് മറ്റൊരു കഥാപാത്രം. ഇവൻ്റെ പേരാണ് സിംബ. ഇവനെ ഞാൻ കുറേ നാൾ വീട്ടിലേക്ക് കൊണ്ടുപോയതായിരുന്നു കേട്ടോ. ഈ പൂച്ച ഞാൻ കൊണ്ടുപോയതായിരുന്നു. പക്ഷെ അവൻ എൻ്റെ കൂടെ നിൽക്കത്തില്ലായിരുന്നു. അവൻ ഈ വീട് വിട്ട് പോരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. എന്നോട് എപ്പോഴും മുഖംവീർപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അവനെ തിരിച്ചു കൊണ്ട് വീട്ടിലോട്ട് തന്നെ വിട്ടു. അപ്പം മൂത്ത കൊച്ചിനെ ചെറുതായിട്ടൊന്ന് മധു ചെയ്തായിരുന്നു. അതുകൊണ്ട് നേരെ വീട്ടിൽ കൊണ്ട് വിട്ട്. ഇപ്പം മിടുക്കനാണ് കേട്ടോ. വലിയ പ്രശ്നക്കാരൊന്നുമല്ല, ഭയങ്കര സ്നേഹമാണ് കേട്ടില്ല. നല്ലൊരു കാഴ്ച. എന്തോ ഒരു സ്നേഹമാണെന്ന് നോക്കി രണ്ടുപേരും കൂടി. എന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പരിപാടി. പിന്നെ ഞാൻ ഉണ്ടാവും സിംബായി പിടിച്ച് മടിയിലെത്തി. ഇവന് പണ്ടൊക്കെ എന്നെ കാണുമ്പോൾ ഓടുമായിരുന്നു. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല പൂച്ചയാണ്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും. അവന് കുറുകുറുയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് അനിയത്തി ചായയായിട്ട് വന്ന് ചായ ഉണ്ട്, എന്താ നുറുക്ക് പോലെ എന്തൊക്കെയുണ്ട് കേട്ടോ. അത് പിന്നെ ചായ എല്ലാം കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴൊരു പട വരുന്ന ഒച്ചയാക്കാം. അപ്പം ഇതിൻ്റെ നേതാവിനെ കാണുന്നൊന്നുമില്ല. മുമ്പിൽ ഒരാളിങ്ങ് പോകുന്നത് എന്നെ നോക്കുന്നത് കണ്ടോ. എന്തോ ഇവിടെ കണ്ടിട്ടില്ലല്ലോ നേരത്തെ, എവിടെ നിന്ന് വന്നോ എന്തോ എന്നുള്ള രീതി നോക്കുന്നത് കണ്ടോ. അമ്മയെ കാണാനേ ഇല്ല. അമ്മ ഒരു പുല്ല് മാത്രമേ വരുന്നു കേട്ടോ. പുല്ല് നടന്ന് വരുന്നു. എന്നെ കണ്ടിട്ടോ കേട്ടോ. കുഞ്ഞാട്ടുകൾ കൊടുക്കാനുള്ള പള്ളയാണ് കേട്ടോ. ഞങ്ങൾ വന്നിട്ട് അരമുക്കാൽ മണിക്കൂറായി. പോയില്ല അമ്പറക്ക് പോയില്ല. കാവ്യം പോകുന്നത് അങ്ങനെ അമ്മയായിട്ട് കുറച്ച് നേരം വർത്തനൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഇത് കണ്ടില്ലേ, രണ്ടെണ്ണന്മാർക്ക് കൂട്ടി കയറാൻ ഭയങ്കര മടി. ചുമ്മാ രണ്ടും കൂടി കുത്തുകൂടിക്കൊണ്ട് നിൽക്കുക. കറങ്ങി അതിങ്ങനെയാണ് ആടിനെ കൂട്ടി കയറാൻ നേരത്ത് കേട്ടോ. ഇമ്മാർക്ക് മടിയാണ്. അത്ര നേരം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നതല്ലേ, അതുകൊണ്ടാവും. ചുമ്മാ നിൽക്കുകയാണ്. കുറേ നേരമായിട്ട് ഇമ്മാർ കൂട്ടിക്കയറാതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അനീത്തി വന്ന് ഒരൊറ്റ ഒരെണ്ണം. അപ്പോൾ അത് കയറിപ്പിക്കണ്ട. ഇത്രയേ ഉള്ളൂ പ്രശ്നം. കാര്യം സിമ്പിളായിട്ട് നടന്നു. അങ്ങനെ ആടിനെയൊക്കെ കൂട്ടി കെട്ടി. പിന്നെ അമ്മയ്ക്ക് ചായയൊക്കെ എടുത്തു കൊടുത്തു. അമ്മ ചായ എല്ലാം കുടിച്ചു. പിന്നെ വാചക വടിയാണ് മെയിൻ പരിപാടി. വർത്താനം. ഞാൻ പറഞ്ഞില്ല, ഞാൻ വല്ലപ്പോഴൊക്കെ ഇറങ്ങാറുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കണ്ട, ഒരു 1.5 വർത്താനവും ബഹളമായിരിക്കും. പിന്നെ വീട്ടിൽ പോകണമെന്നില്ല. അതാണ് അവസ്ഥ. ഉറക്കം തെളിഞ്ഞ് വന്ന ആൾക്ക് ഭയങ്കര അത്ഭുതം. ഇത് എവിടെയാണ് ഞാൻ? ഇഷ്ടംപോലെ കാണാനുണ്ട് പുള്ളിക്ക്. പിന്നെ ഞാൻ അപ്പോൾ തന്നെ ഏതാണ്ട് 3 മണിയൊക്കെ ആയല്ലോ, 4 മണി 4:30 ആയി ഞാൻ എത്തിയപ്പോൾ. ഞാൻ എന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് 2 കപ്പളങ്ങ വേണം, അത് അതുകൊണ്ട് പറിച്ച് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഒരു കപ്പളങ്ങയൊക്കെ എല്ലാം കൂടി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയല്ല, പാടാ. രാത്രിയും കൂടിയല്ലേ, എന്തായാലും രാത്രിയാകും പോകുമ്പോൾ. അപ്പം ഞാൻ പറയുന്നത്, അപ്പം ഞാൻ കപ്പളങ്ങ വീണ് എടുത്തുകൊണ്ട് വരാം. പിന്നെ അവിടെ ഒരു ഇലവ് നിൽപ്പുണ്ട്, അതിൽ നിന്ന് പൂവുണ്ടോ എന്ന് നോക്കണം. ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി അങ്ങ് പോയി കേട്ടോ. ഇതിൻ്റെ അവിടെയൊക്കെ ഒരുപാട് ചുറ്റിക്കറങ്ങി നടന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്നെപ്പോലെ എല്ലാവരും തോന്നുമല്ലേ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു 1.5 ഓട്ടം ബഹളമാണ്. എനിക്ക് ഇങ്ങനെ നടക്കാൻ ഇഷ്ടമാണ്, എന്തോ അറിയില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറമ്പിക്കോടെയും മെരുത്തോടെയൊക്കെ ഇങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോയത് ഓരോ നൊസ്റ്റാൾജിയ കൊണ്ടാണ് കേട്ടോ. പണ്ട് ഇവിടെയൊക്കെ ഒത്തിരി മത്തങ്ങയില്ലേ, ഇങ്ങനെ കയറി കിടക്കുവേ. എന്തോ ഒരു മത്തങ്ങയായിരുന്നു ഈ ഭാഗത്തൊക്കെ. സൈഡിൽ കൂടെ ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു. അത് നമ്മുടെ പറമ്പല്ല കേട്ടോ, നമ്മുടെ അടുത്ത ചേട്ടൻ്റെ പറമ്പാണിത്. പക്ഷെ ഇലവ് നിൽക്കുന്നത് കണ്ടോ, ഇലവ്. അപ്പം ഞാനവിടെ പൂവുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാം ഉണങ്ങി കിടക്കുകയാണ്. അങ്ങനെ ഒരു ഇലവും പൂ കിട്ടി കേട്ടോ. കൊഴിപ്പൂവൻ കണ്ടില്ലേ. അപ്പോഴാണ് അത് കപ്പളങ്ങ എടുക്കാൻ മറന്നല്ലോ എന്ന് കരുതിയത്. പിന്നെ കപ്പളങ്ങ എടുത്ത് കയറിപ്പോന്നു. പിള്ളേരൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നേ, കണ്ണോട്ടെ. ഇതൊക്കെ നമ്മുടെ കാലത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതൊന്നും കാണാനില്ല പല സ്ഥലങ്ങളിലും. പക്ഷെ ഉണങ്ങിയൊക്കെ തുടങ്ങി, സാരമില്ല. അതിങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്, ഒരു പച്ച മണം. എന്നാലും ഇഷ്ടക്കേടുണ്ടാകത്തില്ല. ഒരു നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരു ആ ഫീൽ ഉണ്ടാവും. ഇതിൻ്റെ അകത്തെ ഈ സംഭവം കണ്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ. ഇത് എന്താ പറയുക, മുയലിൻ്റെ ഒക്കെ ദേഹത്ത് പിടിക്കുന്ന പോലെ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ വർത്തനമൊക്കെ പറഞ്ഞ് നിന്നാണ് ശരിക്കും പറഞ്ഞ സമയം പോകുന്നത്. ഞാനങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ചുറ്റുപാട് നോക്കുന്നുണ്ട്, എന്തെങ്കിലും എടുക്കുന്നുണ്ടോ കണ്ടുപിടിച്ചല്ലേ.
അയ്യോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നൊക്കെ ഒരു ഇത് വരുത്തണ്ടേ, അതൊന്നും ഇത് അനീതി കയറി വെക്കുമായിരുന്നു, അവളെ ഒന്ന് ഇളക്കി സഹായിച്ചു. അപ്പോൾ ഇത് അമ്മ പറയുന്നത് അപ്പനോട് പറ കപ്പ പറിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ ഇത് അത്യാവശ്യം ഇരുട്ടി കേട്ടോ. അപ്പോൾ അപ്പം പറഞ്ഞ് അപ്പനെ കൈ മുറിഞ്ഞിരിക്കുക, ഒരാളും കൂടി സഹായം വേണം എന്ന് പറഞ്ഞു. പിന്നെ ഞാനും സീക്കയും കൊച്ചും കൂടി നേരെ തൊട്ടടുത്ത കേട്ടോ പറമ്പിൽ, ഒരു പറമ്പിലാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കൂ, അപ്പനവിടെ വണ്ടിയൊക്കെ ആയിട്ട് നോക്കിയിരിപ്പുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പട്ടി ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ട് കേട്ടോ, വല്ല കള്ളന്മാർ വന്ന് കപ്പ പറിക്കുന്നതാണോ എന്ന്. അങ്ങനെ ഇതേ കപ്പയൊക്കെ പറിച്ചു നേരെ വീട്ടിലെത്തി. അപ്പൻ്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് ഈ പുല്ലുവെട്ട് മെഷീനില്ലേ, അതിൻ്റെ ആ മെഷീൻ്റെ ഒരു ഇത് മുറിച്ച് വെച്ചതാണ്. അപ്പം കൈ കൊണ്ടങ്ങാണ്ടാണ് നന്നായിട്ട് മുറിഞ്ഞു അത്യാവശ്യം. അങ്ങനെ ഇത് അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് കപ്പ നമുക്ക് വേവിച്ച് കഴിച്ചിട്ട് പോകാം. അപ്പം തന്നെ 8:30 ആയി. അങ്ങനെ അമ്മ ഇത് കപ്പ വേവിക്കാൻ വേണ്ടി, മഞ്ഞക്കപ്പയാണ് കേട്ടോ, ഞാൻ അമ്മയെ തിന്ന് സഹായിക്കുന്നു, അമ്മ കപ്പ പൊളിക്കുന്നു. മഞ്ഞക്കപ്പ മുട്ടക്കപ്പ എന്നോ അങ്ങനെ ഇടയ്ക്ക് പറയും. അത് വെന്ത് വരുമ്പോൾ നല്ല മഞ്ഞ കളറായിരിക്കും. പിന്നെ ഇതിനിടയ്ക്ക് ഇങ്ങനെ വാചകമാണ്, വർത്താനങ്ങളും തീർന്നില്ലല്ലോ. പണ്ടോർക്കുന്നുണ്ടോ ഈ കപ്പയുടെ തോല എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് പല്ല് വായിക്കാത്ത ഇങ്ങനെ വെച്ചിട്ട് പല്ലാന്ന് പറഞ്ഞ്, അത് എൻ്റെയൊക്കെ വേറെ കത്തിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് കേട്ടോ. അങ്ങനെ അമ്മ കപ്പയൊക്കെ ഉപയോഗിക്കാൻ വെച്ചു. ഇത് പാച്ചിനെ കണ്ടോ, പാച്ചിൻ്റെ മുഖത്ത് ചെവിയിലൊക്കെ ഏതാണ്ട് ശുക്രിമല ഇരിക്കുന്നത്, എവിടെങ്ങാണ്ട് പോയി കയറിയിട്ട് വന്നതാണ് കേട്ടോ വളയ്ക്കാത്തോടെ. പൂച്ച എനിക്കൊരു വീക്ക്നെസ്സാണ് കേട്ടോ. അങ്ങനെ ഇതേ അമ്മ കപ്പ വേവിച്ചു. ഇത് ഉണക്കമീനാണ് കേട്ടോ, പൊടിമീൻ, നല്ല മഞ്ഞ കപ്പ. ഇത് കഴിപ്പ് തീർന്നു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർക്കുന്നത്. ഇത് തക്കാളിക്ക കറി, ഇത് പരിപ്പ് കറി കേട്ടോ. എല്ലാം തീർന്നു, കാരണം ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് വീഡിയോ എടുക്കുന്നത്. പിന്നെ ചോറും. അങ്ങനെ അപ്പനും സീക്കയ്ക്കും പിള്ളേർക്കും ഒക്കെ നേരത്തെ ഫുഡെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ കഴിക്കാനിരുന്നു കേട്ടോ. അനിയച്ചാരി ഇവിടെ ഇല്ല, അവനൊരു വർക്കിനായിട്ട് പോയതായിരുന്നു. പിന്നെ ഞങ്ങളുടെ രീതി ഇങ്ങനെയാണ്, തുടങ്ങിയ പിന്നെ നിർത്തത്തില്ല, കഴിക്കുന്നു വർത്താനം. കഴിപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു അറ്റത്തോടെ നടപ്പുണ്ട്, വർത്താനമാണ് കൂടുതൽ കേട്ടോ. ഇങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ അപ്പൻ ഇതേ നാളെ പണിക്ക് പോകേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടി പുല്ലുവെട്ട് മെഷീനും ഇതൊക്കെ നിറയ്ക്കാൻ വേണ്ടി ഇതൊക്കെ അപ്പനവിടെ ഇരിപ്പുണ്ട്. സീക്ക ഇറങ്ങി, ഞങ്ങളെല്ലാം ഇറങ്ങി കേട്ടോ. അപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞു. വെട്ടമൊന്നുമില്ല എന്നോ, ഞാൻ പറഞ്ഞില്ലേ അവൻ കയറ്റി കൊണ്ട് വിടാൻ വരുമെന്ന്. എന്നും ഇങ്ങനെയാണ്, ഇറക്കിക്കൊണ്ട് പോകും, തിരിച്ച് കയറ്റിയും വിടും, ഒന്നും കാണത്തില്ല അല്ലേ. എല്ലാവരും കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അനിയനെ കാണാൻ പറ്റിയില്ല എന്നൊരു വിഷമമുണ്ട്. അപ്പനാണ് വീഡിയോയ്ക്ക് അതൊന്നും വരത്തുമില്ല. അങ്ങനെ ഇങ്ങനെ അറിയാതൊക്കെയാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. സാധാരണ വീട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേനും വണ്ടി നിറച്ച സാധനങ്ങളായിരിക്കും കേട്ടോ. ഇന്നും പിന്നെ അതിന് ഒക്കത്തില്ലാത്തതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് വേണ്ടാന്ന് വെച്ച് കുറച്ച് സാധനം മാത്രം എടുത്തു. അപ്പം പ്രിയപ്പെട്ടവരെ, അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. ടാറ്റാ.